താഴെ തന്നിരിക്കുന്ന ഐസോമെട്രിക് വ്യൂ, ഇതാണ് ഒരു ഒബ്ജക്റ്റിന്റെ ഐസോമെട്രിക് വ്യൂ. ഈ ഐസോമെട്രിക് വ്യൂവിന്റെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂവും പ്ലാനും സൈഡ് വ്യൂവും വരയ്ക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സാം ഓറിയന്റഡ് എടുക്കുമ്പോൾ നമ്മളിതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 35 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, പ്ലാൻ വരയ്ക്കണം, സൈഡ് വ്യൂ വരയ്ക്കണം. അപ്പൊ നമുക്ക് ഓൾറെഡി ഈ ഫിഗറിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഇതാണ്, സൈഡ് ഇതാണ്, ഈ സൈഡാണ് വരയ്ക്കേണ്ടത്. അതുപോലെ പ്ലാൻ മുകളിൽ താഴേക്ക് വരയ്ക്കുകയും ചെയ്യണം. ഇനി ഇത്രയും തന്നിട്ടില്ല, ഒരു ആരോപണം മാത്രമേ ഇന്ത്യയിലുണ്ടെങ്കിൽ ആ ഫിഗറിന്റെ ഫ്രണ്ട് ആണ് ആ പ്ലാൻ ചെയ്യുന്നതെന്ന് ഊഹിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ വരയ്ക്കാൻ പറയുമ്പോൾ ഇത് തേർഡ് ക്വാഡ്രന്റിൽ വരണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ എന്ത് ചെയ്യണം? XY ആക്സിസിന്റെ താഴെയായി വരയ്ക്കണം. XY ആക്സിസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ താഴെയായി ഫ്രണ്ട്. ഇനി ആ ഫ്രണ്ടിൽ കാണുന്നത് എന്തൊക്കെയാണ്? ഇത് ഈ പ്ലെയിൻ കാണുന്നുണ്ട്, രണ്ടാമത്തെ ഈ പ്ലെയിൻ കാണുന്നുണ്ട്, മൂന്നാമത്തെ ഈ പ്ലെയിൻ കാണുന്നുണ്ട്, നാലാമത്തെ ഈ പ്ലെയിൻ കാണുന്നുണ്ട്. ഈ 4 പ്ലെയിൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഫ്രണ്ട് വ്യൂ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോഴും എന്താണ്? XY ആക്സിസിന്റെ എബോ ആണ് വരയ്ക്കുന്നത്, മുകളിലാണ് വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്ലെയിൻ വരയ്ക്കണം, അതുപോലെ ഈ സർഫസിനെ നമുക്ക് വരയ്ക്കണം, ഈ സർഫസിനെയും വരയ്ക്കണം. അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് വരയ്ക്കുന്നത് നോക്കാം. ഫ്രണ്ട് വ്യൂവിനെ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ പറഞ്ഞു തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ നമ്മൾ ഫ്രണ്ട് വ്യൂവിനെ വരയ്ക്കുന്നതാണ് XY ആക്സിസിന്റെ താഴെ. അപ്പൊ നമുക്ക് വേണ്ട സർഫസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സർഫസ് വേണം, അതുപോലെ ഈ സർഫസ് വേണം, അതേപോലെ ഈ 2 സർഫസുകൾ വേണം. നമ്മൾ അറിയാൻ പോവാം. നമ്മൾ 40 സെന്റിമീറ്റർ നീളമുള്ള അല്ലെങ്കിൽ 40 മില്ലിമീറ്റർ നീളമുള്ള ഈ സൈഡിനെ ആദ്യം നമ്മൾ പേപ്പറായിട്ട് വരയ്ക്കുക. ഞാനിവിടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് 1:6 എന്ന് പറയുന്ന സ്കെയിലാണ് വിട്ടേക്കുന്നത്. നമുക്ക് ആദ്യമേ ഈ സൈഡിനെ വരയ്ക്കാം. അപ്പൊ നമ്മള് ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയിട്ടില്ല. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഈ പ്ലെയിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ 2 നടക്കുന്ന മാത്രം വരച്ചിരിക്കുന്ന ഈ പ്ലെയിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് രണ്ടും വരച്ചിട്ടുണ്ട്, ഇതും ഇതും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വേണ്ട ലൈൻസ് എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ 15 മില്ലിമീറ്റർ നീളമുള്ള ഈ ലൈൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഐസോമെട്രിക് വ്യൂ ഇവിടെ നേരിട്ട് കണക്ഷൻ ഇല്ല, പക്ഷെ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അത് വരച്ചിട്ടുണ്ട്. കാരണം ഈ സർഫസിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? 3 എന്ന് എഴുതിയിരിക്കുന്ന ഈ സർഫസും കാണാൻ പറ്റും അല്ലേ? അങ്ങനെ കാണുമ്പോൾ ഇതിന്റെ അതേ ലൈൻ തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു പ്ലെയിനാർ വ്യൂ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ലൈനിന്റെ ബാക്കിയായിട്ട് തന്നെ ഏത് ലൈൻ തോന്നും? ഈ തേർഡ് സർഫസിന്റെ ബോട്ടം ലൈനെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇതിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈനിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനെ ഇവിടെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ 2 എഴുതിയിരിക്കുന്ന ഈ സർഫസിന്റെ 10 mm ഉള്ള ഈ ലൈനും ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി കൊണ്ടാണ് വെർട്ടിക്കൽ ലൈൻസ് ആണ് വേണ്ടത് അല്ലെ? വെർട്ടിക്കൽ ലൈൻസ് പറഞ്ഞാൽ 40 mm ഈ ലൈൻ വേണം. അതിവിടെ വരച്ചു, ഇവിടെ നീളം വരെ 40 mm വരച്ചു. അതുപോലെ തന്നെ ഈ സർഫസിനെ കാണുമ്പോൾ ഈ സൈഡിലൂടെ ഉണ്ട്. അപ്പൊ ഈ ലൈനിനെ അല്ലെങ്കിൽ ഈ എഡ്ജിനെ നമുക്ക് വരയ്ക്കണം. ഈ എഡ്ജും 40 mm നമ്മളിവിടെ വരച്ചു. ഇത് നമുക്ക് വേണ്ടത് ഈ 2 എഡ്ജസ് ആണ്. ഇങ്ങോട്ടും ഇങ്ങോട്ടും എത്ര തന്നെയാണ്? 40 mm. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? രണ്ടും വരച്ചിട്ടുണ്ട്. ഇനി
നമുക്ക് ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇവിടെ ഒരു സർഫസ് ഉണ്ട്. അതിനെ രണ്ടിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അറിയണം അല്ലെ. ഈ ഇൻറ്റു ബാക്കിയിട്ടിരിക്കുന്ന രണ്ട് സർഫസ് 3 ഉം 4 നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്ന സിംഗിൾ സർഫസ് ആയിട്ട് നമുക്ക് വരച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ആ സ്റ്റെപ്പ് ഇവിടെ ഉണ്ടെന്നുള്ളതും അപ്പോൾ ഇത് രണ്ട് സർഫസ് ആണെന്ന് നമുക്ക് അറിയണം. അതുകൊണ്ട് തന്നെ എത്രയാണ് ഈ ഹൈറ്റ് 40 mm ഹൈറ്റിൽ നിന്ന് താഴോട്ട് 15 mm ഹൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് ഇതിനെ രണ്ട് സർഫസിനെയും സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ രണ്ട് സർഫസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമുക്ക് എത്രയാ? ഇവിടെ വരും. അപ്പൊ നോക്കി ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇവിടെ ഒരു സർഫസ് ഉണ്ട്. ഈ രണ്ട് സർഫസുകളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? നമ്മൾ ഈ ഒരു ബീമിന്റെ ബാക്ക് സൈഡിലാണ് ഇത് വന്നേക്കുന്നത്. ഈ ഒരു സ്ലോട്ട് വന്നേക്കുന്നത്, ഈ ഒരു ഇടത്താ വന്നേക്കുന്നത് അല്ലെ. ഈ ഒരു ബീമിന്റെ ബാക്ക് സൈഡിലാണ് ഈ സർഫസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർഫസിന്റെ കണ്ടിന്യൂറ്റി ഇങ്ങേ അറ്റം വരെ, ഈ റൈറ്റ് എൻഡ് വരെ ഉണ്ടെന്ന് നമ്മൾ കാണിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ഇതിനെ കണ്ടിന്യൂ ചെയ്യണം. മനസ്സിലായോ? ഇപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയത്. മനസ്സിലായോ? അതായത് നമുക്ക് എന്തൊക്കെ കിട്ടി? ഒന്നെന്ന് പറഞ്ഞ സർഫസ് കിട്ടി, ഇതാണ് ഒന്നെന്ന് പറഞ്ഞ സർഫസ്. ഇനി രണ്ടെന്ന് പറഞ്ഞ സർഫസ് കിട്ടി, രണ്ട് സർഫസ് ഇതാണ്. ഇനി അതുപോലെ തന്നെ മൂന്നെന്ന് പറഞ്ഞ സർഫസ് കിട്ടി, നാലെന്ന് പറഞ്ഞ സർഫസ് കിട്ടി. ഈ 4 സർഫസുകളെ നമ്മൾ വരച്ചു. ഇനി എന്താണ്? ഇതിന്റെ ബാക്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സർഫസ് കൂടി പുറകിലുണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഈ ബാക്ക് സൈഡിൽ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ പറ്റും. ഇത്രയായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഈ മെഷർമെന്റുകളെല്ലാം കൺവീനിയന്റ് ആയ രീതിയിൽ ഇങ്ങോട്ട് ഡയമെൻഷനെ മാറ്റി എഴുതുക. അല്ലെങ്കിൽ ഈ മെഷർമെന്റ് എല്ലാം ഇവിടെ നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഗർ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മുടെ ഡയമെൻഷനിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ സംശയങ്ങൾ, എത്രയൊക്കെയാണ് ഹൈറ്റ്, എത്രയൊക്കെയാണ് വിഡ്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഡയമെൻഷനിങ്ങിനകത്ത് കാണിക്കണം. അതായത് ഈ ഐസോമെട്രിക് വ്യൂവിന്റെ ഹൈറ്റ് 40 mm ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴെ ഈ സർഫസിന്റെ ഈ വിഡ്ത് എന്ന് പറഞ്ഞാൽ 15 mm ആണ്. അതേപോലെ ഈ രണ്ട് ബീം, മുമ്പിൽ കാണുന്ന ഈ ബീമിന്റെയും അതുപോലെ ഈ ബീമിന്റെയും വിഡ്ത് എന്ന് പറഞ്ഞാൽ 15 mm ഉം 10 mm ആണ്. അതേപോലെ തന്നെ ഇതിനിടയിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25 ഉം 10 35 15 50 ആണ്. അപ്പൊ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ ലൈനിനെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ താഴത്തെ ഡയമെൻഷനിൽ നിന്നും ടോട്ടൽ ലൈനിന്റെ വിഡ്ത് എന്ന് പറഞ്ഞാൽ 50 mm ആണെന്നുള്ള കാര്യം ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ സൈഡ് വ്യൂ വരുന്നത്. ഇപ്പൊ നോക്കി, സൈഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചത് അല്ലേ. ഇത് നമ്മൾ ഫ്രണ്ട് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത് അതിന്റെ റൈറ്റ് സൈഡാണ്. ഇതിന്റെ അപ്പർ സൈഡിൽ ഈ സൈഡിൽ ഉണ്ടായിരിക്കും, അതിന്റെ ലെഫ്റ്റ് സൈഡും ഉണ്ടാകും. അപ്പൊ റൈറ്റ് സൈഡിന്റെ വ്യൂ നമുക്ക് തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഫ്രണ്ട് വ്യൂവിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ തന്നെ വേണം നമുക്ക് ഇതിന്റെ സൈഡ് വ്യൂ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മള് റൈറ്റ് സൈഡ് വ്യൂവിൽ അവിടെയും വരച്ചിട്ടുണ്ട്. നോക്കി, ഈ റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിൽ നിന്നും നമ്മൾ റൈറ്റ് സൈഡ് വ്യൂവിലോട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, ബുക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ നിന്നും, അതായത് ഏറ്റവും ടോപ്പിൽ നിന്നും അതുപോലെ ഏറ്റവും ബോട്ടത്തിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം. വളരെ ലൈറ്റ് ആയിട്ട് പ്രൊജക്ഷൻ ലൈൻ വരച്ചിട്ട് ആ പ്രൊജക്ഷൻ ലൈനിലാണ്, അല്ലെങ്കിൽ ആ പ്രൊജക്ഷൻ ലൈനിന്റെ എക്സ്റ്റൻഷനാണ് നമ്മൾ ഈ മോഡ് ഭാഗത്ത് കാട്ടുക. ഇത് നമുക്ക് നോക്കാം, ഫിഗറിലേക്ക് നോക്കാം ഏതൊക്കെ സൈഡ് നമുക്ക് വേണം. നോക്കിക്കേ, ഏറ്റവും താഴെ കാണുന്ന ഈ എഡ്ജ്, ഈ ഒരു ഐസോമെട്രിക് വ്യൂവിന്റെ സൈഡ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന സർഫസ് ഏതൊക്കെയാണ്? ഈ സർഫസ് കാണാം അല്ലെ. ഈ ഒരു സർഫസ് കാണാം, കംപ്ലീറ്റ് ആയിട്ട് ഈ സർഫസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്തും കാണാം?
ഈ ഒരു സർഫസിനെ കാണാം. ഇത് കാണാം, ഈ ഒരു സർഫസിനെ കാണാം. ഈ സർഫസ് നമുക്ക് പുറകിലുണ്ടെന്ന് നമുക്ക് കാണാം. ഇത്രയും രണ്ട് സർഫസുകളാണ് കാണാൻ പറ്റുന്നത്. ഇതൊന്നും നമ്മൾ എഴുതാം, സ്റ്റാർ ഇട്ടിട്ട് ഇവിടെ രണ്ടും എഴുതാം. അപ്പൊ രണ്ട് സർഫസുകളെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ആദ്യം വേണം നമുക്ക് ഈ സർഫസിനെ കംപ്ലീറ്റ് ആക്കാം. ഈ സർഫസിൽ ഏറ്റവും ബോട്ടം എഡ്ജ് ആയിട്ടുള്ള എത്ര സെന്റിമീറ്റർ ആണ്? 30 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഈ എഡ്ജിനെ ഇവിടെ വരച്ചു. ഇവിടെ വരെ എത്രയാണ്? 30 mm. ഈ 30 mm വരച്ചു. ഇനി അടുത്തത് നമുക്ക് വേണ്ട എന്താണ്? ഈ എഡ്ജ് ആണ്. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 40 mm. അപ്പൊ ഹൈറ്റ് 40 mm ഉള്ള 40 mm ഹൈറ്റ് ഉള്ള ഈ എഡ്ജിനെ വരച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ഈ എഡ്ജും 40 mm ആണ്. അതിനെ നമ്മുടെ ഈ എഡ്ജിനെ നമ്മളെടുത്ത് ഇവിടെ വരച്ചു. ഇനി തീർന്നില്ല. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ താഴേക്ക് ഒരു നോച്ച് അല്ലെങ്കിൽ ഒരു കട്ടിങ് കാണുന്നുണ്ട് അല്ലെ? ആ കട്ടിങ് നമുക്ക് അതിനെ വരയ്ക്കണം. അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം? ആ കട്ടിങ്ങിലൂടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ സെക്കൻഡ് സർഫസിന്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു വ്യൂ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ 10 mm, ഇവിടെ 10 mm, റിമൈനിങ് 10 mm. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൂന്നായിട്ട് ഭാഗിക്കാം. എത്ര വരും? അപ്പൊ നമുക്കറിയാം ഈ സ്ലോട്ടിനെ നമ്മൾ വരയ്ക്കാൻ പോണേ. ഈ സ്ലോട്ടിനെ വരയ്ക്കുമ്പോൾ ഇത് 10 ഈച്ച് 10 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ മൂന്നായിട്ട് ഭാഗിച്ചു, 10 mm ഭാഗിച്ചു. അതുപോലെ തന്നെ താഴേക്ക് എടുത്ത് 15 mm ആണ്. താഴേക്ക് എടുത്ത് 15 mm ആണ്. അപ്പൊ നമ്മൾ അതിനെ ആദ്യം മൂന്നായിട്ട് ഭാഗിച്ചു. 10 mm, 3 ഭാഗമായി. ഇനി താഴേക്ക് എത്ര വേണം? 15 mm ആണ്. നമ്മൾ അതിനെ ജോയിൻ ചെയ്യാൻ പോകും. നമ്മുടെ ഈ നോട്ടിനെ കംപ്ലീറ്റ് ചെയ്തു. ഈ കട്ടിങ്ങിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എങ്കിലും നമ്മൾ ഇവിടെ കട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തില്ല? ഇവിടുത്തെ ഈ എഡ്ജിനെ മാറ്റി കളയുന്നില്ല. കാരണം നോക്കിയേ, ഇതിന്റെ മുകളിൽ എന്താണ്? പൂർണ്ണമായിട്ടില്ല, നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല അല്ലെ? ഇവിടെ ഒരു വിടവുണ്ട്. പക്ഷെ ആ വിടവിനകത്ത് നമുക്ക് ഈ എഡ്ജിനെ കാണാം. ഈ സെക്കൻഡ് സർഫസിന്റെ ഈ എഡ്ജിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ എഡ്ജ് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? അതിനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ വരയ്ക്കേണ്ടിയിരിക്കും. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ലൈനായിട്ട് തന്നെ വരയ്ക്കേണ്ടിയിരിക്കും. ഇനി ഒന്നുകൂടെ നമുക്ക് ഇവിടെ കാണിക്കണം. എന്താ കാണിക്കേണ്ടത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കാത്ത ഒരു സർഫസിനെ ഇതിന്റെ പുറകിൽ, ഈ ബീമിന്റെ പുറകിൽ കാണാൻ സാധിക്കാത്ത ഒരു സർഫസ് ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ കാണിക്കണം അല്ലെ? എങ്ങനെയാണ് സർഫസ് നടത്തുന്നത്? ഈ 10 mm ഇത്രയും ഭാഗത്താണ് ഈ സർഫസ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് സൈഡിൽ നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇൻഡയറക്ട്ലി നമ്മൾ പറയുകയാണ് അവിടെ അങ്ങനെ ഒരു സർഫസ് ഈ ഫിഗറിന്റെ അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഈ വ്യൂവിന്റെ ബാക്കിലൂടെ കൊണ്ടുവരുന്നത്. ഇപ്പൊ നമുക്ക് ആ മെക്കാനിക്കുള്ള ഒരു സർഫസിനെ ഇവിടെ കാണാൻ പറ്റും. ആ സർഫസിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പോയിടുണ്ടെന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡയമെൻഷൻ ചെയ്താൽ മതി. ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമുക്കറിയണം ആ അകത്തുള്ള സർഫസിന് എത്രമാത്രം ലെങ്ത് ഇവിടെ ഉണ്ട്. അതിന് 10 mm ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. അതായത് ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ ബീമിന്റെ വിഡ്ത്ത് തന്നെയാണ്. അതെത്രയാണ്? 10 mm ആണ്. ആ 10 mm നമ്മൾ ഇവിടെ എടുത്തു. അതുപോലെ തന്നെ ഇതിന്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 mm ആണ്. ആ 30 mm നമ്മൾ കാണിച്ചു. ഇനി ഈ താഴേക്കുള്ള സ്ലോട്ട് 15 mm. ആ 15 mm നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ഫ്രണ്ട് വ്യൂ കാണുന്ന ഒരാൾക്ക്, ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈഡ് വ്യൂ കണ്ടുകഴിഞ്ഞാൽ ഈ താഴെയുള്ള ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നറിയാം? 15 mm ആണെന്നറിയാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സൈഡ് വ്യൂവിനെ കംപ്ലീറ്റ് ചെയ്യും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന്റെ പ്ലാൻ ആണ് അല്ലെ? നോക്കിക്കേ, പ്ലാൻ ഈ ഐസോമെട്രിക് വ്യൂവിന്റെ പ്ലാൻ ആയിട്ട് വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറയും. പ്ലാൻ നമ്മൾ പറയും, ടോപ്പ് വ്യൂ എന്ന് പറയും. ആ പ്ലാൻ മുകളിൽ നോക്കുമ്പോൾ
ബാക്കിയെല്ലാം മാറ്റി വരികയാണ്. പ്ലാനിങ് വരുന്ന ഏതൊക്കെയാണ് വരുന്നത്? ഈ ഒരു സർഫസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഈ ഒരു സർഫസ്, അതായത് എൽ ഷേപ്പുള്ള ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് സർഫസ് ആയിട്ട് ഈ ബീമിന്റെ മോൾ ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഈ ബീമിന്റെ മോൾ ഭാഗം രണ്ടാമത്തെ സർഫസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഏതൊക്കെ കാണാൻ പറ്റുമോ? ഇനി നമുക്ക് കാണാൻ പറ്റുന്ന മോളിൽ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത് ഈ സർഫസുകളൊന്നും നമുക്ക് വിസിബിൾ അല്ല അല്ലേ? പിന്നെ കാണാൻ പറ്റുന്നത് മോളിൽ നോക്കുമ്പോൾ നമുക്ക് ഈ സർഫസ്, ഇവിടെ ഇങ്ങനൊരു പണിയുണ്ട്, ആ സർഫസിനെ കാണാൻ പറ്റും. അപ്പൊ ഈ മൂന്ന് സർഫസുകൾ നമ്മൾ എന്ത് ചെയ്യാം? ഡ്രോയിങ്ങിനകത്ത് വരയ്ക്കാം. ഇനി ഇത് എവിടെ വരയ്ക്കണം? തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡില് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നത്. എവിടെയാണ് വരയ്ക്കുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ നമ്മൾ ഫ്രണ്ട് വരുന്നത് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ ഫ്രണ്ട് വരുന്നത് നമ്മൾ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നു അല്ലെ? ഇനി ടോപ്പിനെ കാണുമ്പോൾ നമ്മൾ ഈ പ്ലെയിനിന്റെ മുകളിൽ നോക്കുമ്പോൾ ഒബ്ജക്ട് താഴെയിട്ടുണ്ട്. ഏത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്ട് താഴെയിട്ടുണ്ട്. അത് നേരെ എന്ത് ചെയ്യണം? ഫ്രണ്ട് വ്യൂവിന്റെ മുകളിൽ, അതായത് ഇവിടെ വരച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ മടക്കി മുകളിലോട്ടാക്കുക. അങ്ങനെ മുകളിലോട്ടാക്കുമ്പോൾ നമുക്ക് എവിടെ വരണം? ഇത് ഈ ബുക്കിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ആ XY ആക്സിസിന്റെ മുകളിൽ വരണം. അടുത്ത നമ്മൾ അതിന് പ്ലാൻ വരയ്ക്കാൻ പോകും. പ്ലാൻ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഈ സർഫസും മൂന്ന് സർഫസെ കാണുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഔട്ട്ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഔട്ട്ലൈൻ എന്തൊക്കെ വേണം നമുക്ക് നോക്കി? ഈ 30 mm ഈ സൈഡ് നമ്മൾ വരച്ചു, ഈ 30 mm വരച്ചു അല്ലെ? അതുപോലെ തന്നെ ഇവിടെ ഒരു 30 mm ഉണ്ട്, പക്ഷെ അത് കണ്ടിന്യൂസ് അല്ല അല്ലെ? ഈ സോളിഡ് സർഫസ് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് സ്ലോട്ട് ആണ്. എങ്കിലും നമ്മൾ ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ അതിനെ വരച്ചു. ഇനി മുകളിൽ നിന്ന് നേരെ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ ഒരു ലൈനും ഇവിടെ ഒരു ലൈനും, അല്ലെങ്കിൽ ഈ ഒരു എഡ്ജും ഈ ഒരു എഡ്ജും ഈ കാണുന്ന എഡ്ജിനെയും ഒരൊറ്റ എഡ്ജായിട്ട് തോന്നുന്നു. മുകളിൽ നേരെ മുകളിൽ നേരിട്ട് താഴെ നോക്കുന്ന ഒരാൾക്ക് ഈ എഡ്ജിനെയും ഈ എഡ്ജിനെ ഒറ്റ എഡ്ജായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കണ്ടിന്യൂസ് ലൈനായിട്ടാണ് വരച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് നോക്കി ഇവിടെ, അതായത് ഇതിന്റെ ബോട്ടം ഭാഗം ഇവിടെ എന്തില്ല? കണ്ടിന്യൂറ്റി ഇല്ല അല്ലെ? കാരണം എന്താണ്? ഇവിടെ എന്ത് വേണം? ഒരു 10 mm കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 25 mm കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു 15 mm ഇവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കട്ട് ചെയ്ത് മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട? ഈ ഒരു ലൈനെ ഇവിടെ വരയ്ക്കണം. കണ്ടോ? ഇനി ചെയ്യേണ്ടത് നോക്കിക്കേ, ഇവിടെ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത് ഇവിടെ ഒരു 15 mm കഴിഞ്ഞ് ഈ എഡ്ജിനെ നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ എഡ്ജിനെയാണ് ഇവിടെ വരച്ചത്. ഇനി നോക്കി, ഈ ഒരു എഡ്ജിന് ഈ സർഫസിന് എത്ര എഡ്ജ് ഉണ്ട്? 1 2 3 4 5 6 എഡ്ജസ് ഉണ്ട് അല്ലെ? ഈ എൽ ഷേപ്പുള്ള സർഫസിന്. അപ്പൊ ഈ എഡ്ജിനെ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഈ എഡ്ജിനെ ഇവിടെ വരച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 20 mm വരച്ചു. ഇനി അടുത്ത എന്താണ്? ഈ എഡ്ജിനെ വരയ്ക്കണം. ഈ എഡ്ജിനെയാണ് ദൈവത്തിക്കുന്നത്. അത് എത്ര mm ആണ്? 50 ൽ 15 പോയില്ല, 35 mm. അതിനെ ഇവിടെ വരച്ചു. ഇനി എന്താ നമുക്ക് കാണേണ്ടത്? ഇവിടെ ഒരു സർഫസ് ഉണ്ട് അല്ലെ? 3. ഇത് 1 അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 എന്ന് പറഞ്ഞ സർഫസ് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് 3 വേണം, 2 വേണം അല്ലെ? 3 എവിടെ കാണുന്നത്? ഈ 1 എന്ന് പറഞ്ഞ സർഫസിന് ഇപ്പുറം ഉണ്ട് അല്ലെ? അതിന്റെ എഡ്ജസ് ഏതൊക്കെയാണ്? ഒരു
ഒരെഡ്ജ് ഈ ഒരു എഡ്ജ് തന്നെയാണ് ഈ കാര്യം നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഈ എഡ്ജ് കൊണ്ട് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പൊ ഓൾറെഡി നമ്മളിവിടെ വരച്ചിട്ടുണ്ടായിട്ടില്ല. ഇനി എന്നാ ചെയ്യണം? നമുക്ക് ഇവിടെ വലിയൊരു എഡ്ജ് ഉണ്ടെന്ന് നമുക്കറിയണം അല്ലെ? ശരിയല്ലേ? അപ്പൊ ആ എഡ്ജിനെ നമ്മൾ വരയ്ക്കാനായിട്ട് പോവാണ്. അതായത് ഇപ്പൊ നമ്മൾ നേരെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോ ഒരു സർഫസ് ഇവിടെ കാണുമ്പോൾ എൽ ഷേപ്പിലുള്ള സർഫസ് വരച്ചു. ഇനി തേർഡ് സർഫസ് ആയിട്ട് നമ്മൾ രണ്ടാമത് ഇവിടുത്തെ വരച്ചു. ഇനി നമുക്ക് ഓർമ്മോടി കാണിക്കണം. ഏതാണ് കാണേണ്ടത്? രണ്ടും എഴുതിയിരിക്കുന്ന ഈ ഒരു സർഫസ് ഉണ്ടല്ലേ, ആ സർഫസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് കാണിക്കാം. ഇതാണ് രണ്ടെന്ന് പറഞ്ഞ. അപ്പൊ ഈ മൂന്ന് സർഫസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റി. നോക്കി, ഇനി ഏതെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? മുകളിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് ആണ് അല്ലെ? ഒന്നാമത്തെ സർഫസ്, രണ്ടാമത്തെ സർഫസ്, മൂന്നാമത്തെ സർഫസ്. ആ മൂന്ന് സർഫസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇതിനകത്ത് വരച്ച് കാണിക്കാനായിട്ട് പറ്റി. ഇനി ഇതിന് എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് രണ്ടിനകത്ത് ഉൾപ്പെടാത്ത ഡയമെൻഷനെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക. അതുകൂടി ചെയ്താൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മുടെ ഡയമെൻഷനിങ് കംപ്ലീറ്റ് ആയി അല്ലെ? അതായത് ഈ മൂന്ന് വിട്ടുകൾ, ഈ എൽ ഷേപ്പിന്റെ ഈ എഡ്ജിന്റെ ലെങ്ത് 10 mm ആണ്. അതുപോലെ തന്നെ അകത്ത് കാണുന്ന തേർഡ് സർഫസിന്റെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 mm ആണ്. മൂന്നാമത്തെ ഈ ബീമിന്റെ എഡ്ജിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 mm ആണ്. നോക്കി, അപ്പൊ അങ്ങനെയാണ് ബീമിന്റെ വിട്ട് എത്രയാ? ബീമിന്റെ വിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏതാ? ഫ്രണ്ട് വ്യൂ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനാണ് 10 mm കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ഈ ലെങ്ത് എത്രയാണ്? അത് 25 10 35 35 mm ആണ് ഇവിടെ വരെ എന്നുള്ളത് ഫ്രണ്ട് വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പൊ നമ്മുടെ എല്ലാ ഡയമെൻഷനിലും കംപ്ലീറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഫ്രണ്ട് വ്യൂവിനെ വരച്ചു,